വിദ്യാരംഗം കലാസാഹിത്യവേദി എറണാകുളം ജില്ലയിൽ 2025-26 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികൾ നടന്നു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികളിലെ സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനം. എറണാകുളം ജില്ലയിൽ 2025-26 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് 150-ലധികം കുട്ടികൾ പങ്കെടുത്തു. ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളിൽ നിർവഹിച്ചു. വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് ഇത്. പഠിക്കുവാൻ വേണ്ടി മാത്രമല്ല കുട്ടികൾ സ്കൂളിൽ വരുന്നത്. പഠിക്കുക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം. പഠനത്തോടൊപ്പം തന്നെ മറ്റു പാഠ്യേതര വിഷയങ്ങളിലും നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ജീവിതം വിജയിക്കുക. നമ്മുടെ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്കൂളിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് +2 പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. വളരെ മിടുക്കനായ ഒരു കുട്ടി. ആ സ്കൂളിലെ ഏറ്റവും ടോപ്പ് മാർക്ക് അവനായിരുന്നു. അത്രയധികം പഠിക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ആ സ്കൂളിലെ അധ്യാപകൻ അവനോട് മുടി നീട്ടി വളർത്തുന്നതിനെതിരെ അവനോട് പരാതി പറയുകയും അവന്റെ മാതാവിനെയും പിതാവിനെയും വിളിച്ച് ഈ കാര്യം പറയുകയും ചെയ്തു. വീട്ടിൽ ചെന്നപ്പോ അമ്മയും അച്ഛനും അവനോട് ദേഷ്യപ്പെട്ടു. നീ ഇത്രയധികം മുടി നീട്ടി വളർത്തുന്നത് എന്തിനാണ്? നിന്റെ അധ്യാപകർ വിളിച്ച് പരാതിപ്പെട്ടു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുടി വെട്ടിച്ചിട്ട് നീ വീട്ടിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അവൻ നേരെ ബാർബർ ഷോപ്പിൽ പോയി മുടി മുഴുവൻ അങ്ങ് വടിച്ചു കളഞ്ഞു. എന്നിട്ട് ആ ദേഷ്യത്തിന് അവൻ അന്ന് തന്നെ ആത്മഹത്യ ചെയ്തു. ഇതൊരുണ്ടായ സംഭവമാണ്. എന്നെ വല്ലാതെ വേദനിപ്പിച്ചതാണ്. ഒരു കുട്ടി തന്റെ ഗുരു പറയുന്നതും തന്റെ മാതാപിതാവ് പറയുന്നതും അനുസരിക്കാൻ തയ്യാറാകാതെ ആത്മരോക്ഷത്തിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നു. 14 ഉപജില്ലകളിൽ നിന്നും എത്തിയ കുരുന്നുകളുടെ കലാവിരുന്ന് പരിപാടികൾക്ക് മാറ്റുകൂട്ടി. വജ്ര ജൂബിലി ഫെലോഷിപ്പ് ജേതാവും വഞ്ചിപ്പാട്ട് കലാകാരനുമായ വിശ്വനാഥ് M പിള്ളയുടെ നേതൃത്വത്തിൽ ടീം പാണ്ഡവ വഞ്ചിപ്പാട്ട് കൂട്ടായ്മയുടെ വഞ്ചിപ്പാട്ട് ശില്പശാലയും നടന്നു. പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ സക്കീർ ഹുസൈൻ, എഴുത്തുകാരി രവിത ഹരിദാസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കലാസാഹിത്യവേദി എന്ന അക്കാദമിക് ഇതര പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികളിൽ വളരെ നല്ല ഗുണങ്ങൾ, സർഗാത്മക അഭിരുചികൾ വളർത്തിയെടുക്കുക എന്ന വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സാഹിത്യവേദി ജില്ലാതല പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാ കലോത്സവങ്ങളിലും വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന വഞ്ചിപ്പാട്ട് എന്ന കലാരൂപത്തെ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിന് അനുയോജ്യമായ രീതിയിൽ പഠനവിധേയമാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള കഴിവുകൾ വളർത്തുന്നതിന് അവരെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്ന തലത്തിൽ ഓരോ ഇടപെടലുകൾ നടത്തുന്ന ജില്ലാ ടീമിനും ആദ്യമേ തന്നെ സന്തോഷം അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നമ്മൾ ഓരോരുത്തരും തങ്ങളുടെ ജീവിത കാലയളവിൽ പഠനത്തോടൊപ്പം തങ്ങളുടെ സർഗവാസനകൾ കൂടി വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മൾ എന്നും വർണ്ണച്ചിറകുകളുള്ള ചിത്രശലഭങ്ങളായി മാറുന്നത് എന്ന് നമ്മൾ അറിയണം. വെയിൽ തുമ്പികൾ എന്ന പേരിൽ തസ്മിൻ ശിഹാബ് പുറത്തിറക്കിയ പുസ്തകം വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ പോൾ പ്രകാശനം ചെയ്തു. വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ സിംല കാസിം, ഡയറ്റ് പ്രിൻസിപ്പൽ ദീപ GS, വിദ്യാകിരണം കോർഡിനേറ്റർ ഡാൽമിയ തങ്കപ്പൻ, കോതമംഗലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബോബി ജോർജ്, പെരുമ്പാവൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിജി മോൾ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ G റീന, ഹെഡ് മിസ്ട്രസ് CV അനുശ്രീ, PV സജീവ് കുമാർ, KM ജസീന, ഡോക്ടർ ആശ, PTA പ്രസിഡന്റ് സലീം കാക്കനാട്ടിൽ,
SMC ചെയർമാൻ അബ്ബാസ് മലമുറി, MPTA പ്രസിഡന്റ് MA സമീജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.